ലാലേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കണ്ട വഴുക്കപ്പാറ മുഴുവൻ പറ്റിപ്പിടിച്ച് കയറി ചെല്ലാൻ വേണ്ടി ലാലേട്ടനെ പോലത്തെ ഒരു ആവശ്യമില്ല ലാലേട്ടന് സൂപ്പർ സ്റ്റാർ, മനസ്സിലായില്ലേ? എൻ്റെ കൂടെ വന്നു ലാലേട്ടൻ. എങ്ങനെ പറഞ്ഞിരുന്നു രഞ്ജൻ, എനിക്ക് നിങ്ങളെ പൂർണ്ണമായും വിശ്വാസം? അങ്ങനെയൊന്നും അത് പറയലല്ലോ, അത് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ആ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടാവുക, ആ സിനിമ ചെയ്യേണ്ടതാണെന്ന് തോന്നുക, അപ്പോഴാണല്ലോ ഇത്രയും വലിയ എഫേർട്ട് അതിന് വേണ്ടി എടുക്കുക. ഞാൻ മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തും ക്യാമറ പോകുന്ന സ്ഥലത്തൊക്കെ ലാലേട്ടനും പോകണമല്ലോ, വരണം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് ഇപ്പോൾ ആ പയ്യനെ കിട്ടിയില്ല, ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു പയ്യനെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾ വിരുദനഗറിലുള്ള കുട്ടികളുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന പരിചയമുള്ള കുട്ടികളുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ഷൂട്ട്, അങ്ങനെ ആരെങ്കിലും കുട്ടികളെ എടുത്തിട്ട് ചെയ്യുക, ഒരു കറുത്ത കുട്ടിയെ കിട്ടിയാൽ പോരെ എന്നാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ എനിക്കങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആ സിനിമയുടെ രക്തസാക്ഷി, അവന് വേണ്ടിയാണ് ആ സിനിമ. അതുകൊണ്ട് എത്നിക്കലി വയനാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയായിരിക്കണം അത്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ വരുന്നതോടുകൂടി വയനാട്ടിലെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്കും കൂടെ ശ്രദ്ധ വരികയാണ് ചെയ്യുന്നത്.